നമസ്കാരം. നമ്മൾ യു എയിൽ ഇപ്പോൾ വലിയൊരു മഴയും വെള്ളക്കെട്ടുകളും ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നം എന്ന് പറയുന്നത് പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വെള്ളം അതിൽ ഗന്ധത്തിന് വ്യത്യാസം വരികയോ അല്ലെങ്കിൽ ദുർഗന്ധം അനുഭവപ്പെടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായി ഡിസിൻഫെക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പലയിടങ്ങളിലും ഇപ്പോഴും നിലവിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോയിട്ടില്ല. നമ്മൾ രാവിലെ ബ്രഷ് ചെയ്യുന്നത് തൊട്ട് കുളിക്കുന്നത്, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വാഷ് ചെയ്യുന്നത്, എല്ലാത്തിലും കൃത്യമായി ശുചിത്വം പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് വെള്ളം ഡിസിൻഫെക്റ്റൻറ്റ് ചെയ്യാനായിട്ട് ക്ലോറിൻ ബ്ലീച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ക്ലോറിൻ ബ്ലീച്ചിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് 1 ഗാലൻ വെള്ളത്തിന് നമുക്കൊരു 8 തൊട്ട് 10 ഡ്രോപ്സ് വരെ ക്ലോറിൻ ബ്ലീച്ച് യൂസ് ചെയ്യാം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും അത് അടച്ചു വെച്ചിരുന്നതിന് ശേഷം മാത്രം വെള്ളം ഉപയോഗിക്കുക. പ്രത്യേകിച്ച് കുട്ടികളെ നമ്മൾ കുളിപ്പിക്കുന്നതിലും സേഫായിട്ടുള്ളത് സ്പോഞ്ച് ചെയ്യുക, അതായത് നമ്മൾ തുടച്ചെടുക്കുക എന്നുള്ളതായിരിക്കും കുറച്ചുകൂടെ സേഫ്. അതേപോലെ നമുക്ക് ഈ ഇൻഫെക്ഷൻസിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി, ജലദോഷം, അല്ലെങ്കിൽ കണ്ണിന് ചുവപ്പുണ്ടാകുക, കിടുങ്ങൽ വരിക, വയറിളക്കം, ഛർദിൽ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ. ഒരു സാധാരണ പനി ആയിക്കോട്ടെ, നിങ്ങളത് ഒരു സാധാ പനി എന്നുള്ള രീതിയിൽ തള്ളിക്കളയാതെ കൃത്യമായി അത് ഒരു വൈദ്യസഹായത്തോടു കൂടി ഇൻഫെക്ഷൻസിൻ്റെ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അത് നമ്മൾ കൃത്യമായി എന്താണ് കാരണം എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിൽ വളരെ പ്രാധാന്യമുണ്ട്. മിക്ക സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുള്ളത് കൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങുന്നവർ, കാലിൽ വ്രണമോ മറ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ കൃത്യമായി അതിനുള്ള പ്രതിവിധി എടുത്തതിന് ശേഷം മാത്രം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവുക. ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വളരെ വേഗം പകരാൻ അത് കാരണമാകും. പിന്നെ ഇത് വെള്ളക്കെട്ട് മാത്രമല്ല, ഇത് ഉണങ്ങിയതിന് ശേഷം മാലിന്യങ്ങൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വെയിൽ വന്ന് ഉണങ്ങിയതിന് ശേഷം അതിൽ പൊടിപടലങ്ങളിലൂടെ നമുക്ക് എയർബോൺ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതിന് കൃത്യമായി നമ്മൾ മാസ്കുകൾ ഉപയോഗിക്കുന്നതിന് സഹായകരമായിരിക്കും. കൈകൾ സാനിറ്റൈസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക, മാസ്കുകൾ ഉപയോഗിക്കുക. ശ്രദ്ധിക്കുക, നമ്മൾ ഒരു അസുഖം വന്ന് അത് ചികിത്സിച്ച് ഭേദമാക്കുന്നതിലും നല്ലത് അസുഖം വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.